നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇടഞ്ഞ ആന നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. സംഭവത്തിൽ ആർക്കും പരിക്കോ നാശനഷ്ടങ്ങളോ ഇല്ല. ഗുരുവായൂരിൽ സ്കൂട്ടറിന് പിറകിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലും 2 പേർക്ക് പരിക്ക്. അപകടങ്ങളിൽ പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയെത്തി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം. 19-നാണ് ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ക്ഷേത്രത്തിലെ ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. വാർത്തകൾ വിശദമായി. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ആനയിടഞ്ഞത് നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30-ഓടെ പഴുന്നാന റോഡിലുള്ള പാറക്കുളത്തിന് സമീപത്തെ പറമ്പിൽ നിന്ന് പനമ്പട്ടയെടുക്കുന്നതിനിടെയാണ് സംഭവം. പട്ടയെടുക്കുന്നതിനിടെ പെട്ടെന്ന് പ്രകോപിതനായ ആന അനുസരണക്കേട് കാട്ടുകയായിരുന്നു. ഉടൻ തന്നെ പാപ്പാന്മാരുടെയും ഉടമയുടെയും നേതൃത്വത്തിൽ ആനയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1 മണിയോടെ സമീപവാസിയായ കുമാരൻ എന്നയാളുടെ വീട്ടുമുറ്റത്ത് വെച്ച് ആനയെ സുരക്ഷിതമായി തളയ്ക്കുകയായിരുന്നു. സംയോജിതമായ ഇടപെടലുകൾ നടന്നതിനാൽ വലിയ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ സംഭവിച്ചില്ല. സംഭവത്തിൽ ആർക്കും പരിക്കുകളോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. നിലവിൽ ആന ശാന്തനാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഉടമസ്ഥൻ അറിയിച്ചു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയുടെ ഭാഗമായി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. നെന്മിനി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയെത്തിയാണ് വെണ്ണ സമർപ്പിച്ചത്. വെണ്ണയോടൊപ്പം അവിൽ, പഞ്ചസാര എന്നിവയും സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ കാഴ്ചശീവേലിക്ക് ചോവല്ലൂർ സുനിൽ മേളം നയിച്ചു. 200ഓളം പേർ പങ്കെടുത്ത മെഗാ തിരുവാതിരക്കളിയും അരങ്ങേറി. ഉത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥൻ നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം കൊളുത്തി. ക്ഷേത്ര സമിതി പ്രസിഡന്റ് P. പുരുഷോത്തമ പണിക്കർ, സെക്രട്ടറി AV പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും അവതരിപ്പിച്ച സുഭദ്രാഹരണം കഥകളിയും അരങ്ങേറി. 19-നാണ് ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. വിശേഷാൽ പിറന്നാൾ സദ്യ, ആൽത്തറമേളം, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിപ്പ്, ദേവ സഹോദര സംഗമം എന്നിവയുണ്ടാകും. അതുവരെ ദിവസവും കാഴ്ചശീവേലി, ചുറ്റുവിളക്ക്, കഞ്ഞി, പുഴുക്ക് എന്നിവയടങ്ങിയ പ്രസാദകൂട്ടും ഉണ്ടാകും. ഗുരുവായൂർ കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. വയലത്തൂർ സ്വദേശി തലക്കോട്ടൂർ ജോസ്, അക്കിക്കാവ് താഴ്ശ്ശേരി വൈശാഖ് എന്നിവർക്കാണ് പരിക്ക്. ഇന്ന് പുലർച്ചെ 5:30-ഓടെ പള്ളി റോഡിലാണ് അപകടം. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ പെയ്ത അപ്രതീക്ഷിത മഴയെ തുടർന്ന് ഉരുമനിയൂർ പഞ്ചായത്ത് ഓഫീസിൽ മഴവെള്ളം കയറി കനത്ത നാശനഷ്ടം. 1 മണിക്കൂറോളം നീണ്ടുനിന്ന മഴയാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിന് കാരണമായത്. ഹൈവേ നിർമ്മാണത്തിലെ അശാസ്ത്രീയ നടപടികളാണ് ഇതിന് കാരണമെന്നും ഉരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ആരോപിച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട കല്ലും മണ്ണും അടക്കമുള്ള അവശിഷ്ടങ്ങൾ റോഡിന്റെ കാനകളിൽ അടഞ്ഞുകൂടുകയും കാനകൾ മൂടപ്പെടുകയും ചെയ്തതോടെ മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകാൻ കഴിയാതെ റോഡിലേക്ക് കവിഞ്ഞൊഴുകിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥരും കുടുംബശ്രീ ഹരിത കർമ്മസേനാംഗങ്ങളും ചേർന്ന് വൃത്തിയാക്കൽ നടപടികൾ തുടങ്ങി. ജസീന നസീർ, നിഷാദ് മാളിയക്കൽ, നിഷാം കപ്പൽ, രേഖ സജിത്ത്, റുക്കിയ ഗഫൂർ തുടങ്ങിയവർ ശുചീകരണത്തിന് നേതൃത്വം നൽകി. ഗുരുവായൂരിൽ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. തൈക്കാട് സ്വദേശികളായ തലപ്പുള്ളി, സിന്ധു, സനു എന്നിവർക്കാണ് പരിക്ക്. രാവിലെ 10:30-ഓടെ തൈക്കാട് പള്ളി റോഡിലാണ് അപകടം. തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വരികയായിരുന്ന മല്ലികാർജുന ബസ് മുന്നിൽ പോവുകയായിരുന്ന സ്കൂട്ടറിന് പിറകിലിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2026-ലെ വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം
പ്രശസ്ത സിനിമാ നാടക നടൻ സുനിൽ സുഗത നിർവഹിച്ചു. ഗ്രാമകം കൾച്ചറൽ അക്കാദമി ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ എന്നിവർ ചേർന്ന് ബ്രോഷർ ഏറ്റുവാങ്ങി. സംഘാടക സമിതി ജനറൽ കൺവീനർ എൻ സോമനാഥൻ, വിവിധ കമ്മിറ്റി ഭാരവാഹികളായ ജലജ രാജ്, ജോത്സ്ന വിജിൽ, റഷീദ് രൂപപ്പെട്ടി, ടി.എ. സദാനന്ദൻ, കെ.എൽ. രജീഷ് തുടങ്ങിയവരും ഗ്രാമകം പ്രവർത്തകരും പങ്കെടുത്തു. ഏപ്രിൽ 18 മുതൽ 22 വരെ വേലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നാടകങ്ങൾ അരങ്ങേറും. നാടകോത്സവത്തിന്റെ ഭാഗമായി 5 ദിവസങ്ങളിൽ കുട്ടികളുടെ അഭിനയ പരിശീലന കളരി നടക്കും. പുന്നൂർക്കുളം പഞ്ചായത്ത് പരിധിയിൽ നെല്ല് സംഭരണ കേന്ദ്രം തുറക്കാനുള്ള നടപടികൾ എടുക്കണമെന്ന് പരൂർ പടവ് കർഷകർ. കൊയ്ത്തുത്സവ ചടങ്ങിലാണ് കർഷകർ ആവശ്യം ഉന്നയിച്ചത്. കൊയ്ത്തുത്സവം പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റും പരൂർ പടവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവുമായ ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ചമ്മന്നൂർ രാജീവ് ഗാന്ധി ലിങ്ക് റോഡ് പാടത്ത് നടത്തിയ ചടങ്ങ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പടവ് കമ്മിറ്റി പ്രസിഡന്റുമായ അബൂബക്കർ കുന്നംകാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം പരൂർ പടവിൽ കൂടുതലും ഉമ ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി ഇറക്കിയത്. പല പ്രതിസന്ധികൾ തരണം ചെയ്താണ് കർഷകർ കൃഷി ഇറക്കിയത്. കാലാവസ്ഥ അനുകൂലമായാൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ. കൊയ്ത്തുത്സവ ചടങ്ങിൽ പൊന്നാനി കോൾ സംരക്ഷണ സമിതി സെക്രട്ടറി ജയാനന്ദൻ, ഷുക്കൂർ കോറോത്തയിൽ, അഷ്കർ അറയ്ക്കൽ, ബാലൻ എഴുത്തുപുരയ്ക്കൽ, സുബ്രൻ തലക്കാട്ട്, കെ.വി. കുഞ്ഞുമൊയ്തു, ജയൻ കാണങ്കോട്ട്, അബ്ദുൾ മുജീബ് അറയ്ക്കൽ, ഷംസു പുന്നൂക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. പരൂർ പടവ് കമ്മിറ്റി സെക്രട്ടറി അബ്ദുൾ ജബ്ബാർ സ്വാഗതവും കെ. വിനോദ് നന്ദിയും പറഞ്ഞു. കുന്നംകുളം മാർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിലെ മാർത്തോമ തീർത്ഥ കേന്ദ്രത്തിൽ പുതുഞായർ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് 5:30 നടന്ന വിശുദ്ധ കുർബാന, നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ഫാദർ സോളി തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ വാഴപ്പള്ളി ജോസ് ഷാജിയുടെ കുടുംബത്തെ ചടങ്ങിൽ പ്രത്യേകമായി ആദരിച്ചു. ശുശ്രൂഷകൾക്ക് ശേഷം തിരുനാൾ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ സോളി തട്ടിൽ നിർവഹിച്ചു. തുടർന്ന് വാദ്യഘോഷങ്ങളുടെയും വിവിധ ദൃശ്യാവിഷ്കാരങ്ങളുടെയും അകമ്പടിയോടെ മിനി പെരുന്നാളും നടന്നു. ഇടവകയിലെ യൂത്ത് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച തിരുനാൾ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ നിർവഹിച്ചു. ആഘോഷ പരിപാടികൾക്ക് കൈക്കാരന്മാരായ ഷാബു ചിറ്റിലപ്പള്ളി, തോമസ് ചുങ്കത്ത്, ഷാർലി ചിരിയങ്കണ്ടത്ത്, തിരുനാൾ കൺവീനർ ഷൈജു ആളൂർ, സിസ്റ്റർ ഷാനി എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ തിരുനാൾ ആഘോഷങ്ങൾ തുടരും. ലഹരിക്കെതിരെ കടവല്ലൂർ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂട്ടയോട്ടവും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. കടവല്ലൂർ അമ്പലനടയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിൽ ജനപ്രതിനിധികളും മുതിർന്നവരും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. കടവല്ലൂർ സെന്ററിൽ ക്ലബ്ബ് പ്രസിഡന്റ് ഷാഫിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ASI മധു ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രജിത്ത്, മുൻ പഞ്ചായത്ത് അംഗങ്ങളായ UP ശോഭന, ഗോപി, ക്ലബ്ബ് സെക്രട്ടറി നസീബ് എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് അംഗം അസ്ലം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ക്ലബ്ബ് ഭാരവാഹികളായ ഷമീർ, അർഷു, ഹഫി, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്രകാളി ദേവിയുടെ പ്രഥമ താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടക്കുന്ന പൂരാഘോഷങ്ങൾക്കും തുടർന്നുള്ള സമാപന ചടങ്ങുകൾക്കുമുള്ള ഒരുക്കങ്ങളായി. പൂരദിവസമായ ഏപ്രിൽ 12 ഞായറാഴ്ച രാവിലെ വിശേഷാൽ പൂജകളും പൊങ്കാല സമർപ്പണവും ഉണ്ടാകും. തുടർന്ന് വൈകുന്നേരം 4 മണിക്ക് ദേവസ്വം പൂരത്തോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. 6:40 പരമ്പരാഗത മേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരവരവുകൾ ക്ഷേത്രസന്നിധിയിലെത്തും. രാത്രി 9 മണിക്ക് വർണ്ണാഭമായ കൂട്ടിയെഴുന്നള്ളിപ്പോടെ പൂരം സമാപിക്കും. ഏപ്രിൽ 13 രാവിലെ 9 മണിക്ക് കുടിയിറക്കമുണ്ടാകും. 14 രാത്രി 7:15 നടക്കുന്ന ദേശഗുരുതിയോടെയാണ് താലപ്പൊലി ആഘോഷങ്ങൾ സമാപിക്കുക. ഏപ്രിൽ 20 തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കും. അന്നേ ദിവസം രാവിലെ മുതൽ താന്ത്രിക വിധിപ്രകാരമുള്ള വിശേഷാൽ പൂജകളും 11 മണി മുതൽ പ്രസാദഊട്ടും ഉണ്ടാകും. ഉത്സവത്തിന് മുന്നോടിയായി ഏപ്രിൽ 5 മുതൽ 9 വരെ വിവിധ ദേശങ്ങളുടെ നേതൃത്വത്തിൽ കളമെഴുത്തുപാട്ടും ഏപ്രിൽ 10 ദേശപ്പാട്ടും സന്ധ്യവേലയും കളപാട്ടവും നടന്നിരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ, നൃത്തനൃത്യങ്ങൾ എന്നിവയും അരങ്ങേറി. പൂരാഘോഷം CCTV സിനിമാ ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. പുന്നൂർക്കുളം ആൽത്തറ രാമരാജ UP സ്കൂളിൽ കിൻഡർ ഗാർട്ടൻ കോൺവക്കേഷൻ സംഘടിപ്പിച്ചു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ പൂർത്തിയാക്കിയ രാമരാജ കിൻഡർ ഗാർഡനിലെ കുരുന്നുകൾക്കായി സംഘടിപ്പിച്ച കോൺവക്കേഷൻ വിനോദിനി അമ്മ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ KM പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയത്തിൽ നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ തൊപ്പിയും ഗൗണും അണിഞ്ഞ് കുരുന്നുകൾ സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി. സ്കൂൾ ഹെഡ്മാസ്റ്റർ M രാജീവ് അധ്യക്ഷത വഹിച്ചു. PM സിജോ, കിൻഡർ ഗാർഡൻ അധ്യാപകരായ ഷീജ, രജനി എന്നിവർ സംസാരിച്ചു. ലത, അമൃത, PR ശരണ്യ എന്നിവരും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. കുരുന്നുകളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
സുഹൃതം തിരുവെങ്കടത്തിന്റെ ആഭിമുഖ്യത്തിൽ ജീവകാരുണ്യ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് CD ജോൺസൺ അധ്യക്ഷത വഹിച്ചു. നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AT ഹംസ മുഖ്യാതിഥിയായി. കലാഭവൻ മണി പുരസ്കാരം നേടിയ റിയ റൈനസ്, 60ന്റെ നിറവിലെത്തിയ നഗരസഭ മുൻ ചെയർപേഴ്സൺ മേഴ്സി ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സുഹൃതം സെക്രട്ടറി N രാജൻ, ബാലൻ വാർനാട്ട്, PI സൈമൺ, AV ജെൻസൺ, രാധാകൃഷ്ണൻ കരുമത്തിൽ, ലോറൻസ് നീലങ്കാവിൽ എന്നിവർ സംസാരിച്ചു. 100ഓളം അമ്മമാർക്ക് പ്രതിമാസ പെൻഷൻ, പലവ്യഞ്ജന കിറ്റ്, വിഷു കൈനീട്ടം എന്നിവ നൽകി. വേലൂർ വെങ്ങലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്രത്തിൽ പുതിയ പഞ്ചലോഹ ഗോളകയും തിടമ്പും സമർപ്പണം ഞായറാഴ്ച നടക്കും. രാവിലെ 7:30 നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്ര പുനരുദ്ധാരണ സമിതി നേതൃത്വം നൽകും. തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി സമർപ്പണ ചടങ്ങിന്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആധ്യാത്മിക പ്രഭാഷകൻ ഡോക്ടർ ശ്രീനിവാസൻ വൈകിട്ട് 6:30 ലക്ഷദീപം തെളിയിക്കും. സോപാന സംഗീതാർച്ചനയ്ക്ക് ഇടയ്ക്ക കലാകാരൻ ഹരിപ്പാട് അഖിൽ യശ്വന്ത് നേതൃത്വം നൽകും. ശനിയാഴ്ച ക്ഷേത്രത്തിൽ പള്ളിപ്പാന ഉണ്ടാകും. ചൊവ്വന്നൂർ ഉല്ലാസ്, ചെമ്മന്നിട്ട ശങ്കരൻ നായർ എന്നിവർ പാനയോഗത്തിന് നേതൃത്വം നൽകും. സമർപ്പണ ചടങ്ങിന്റെ മുന്നോടിയായി ദേവിയുടെ പഞ്ചലോഹ ഗോളകയും തിടമ്പും ഗ്രാമപ്രദക്ഷിണമായി തട്ടകത്തെ വിവിധ ക്ഷേത്ര സന്നിധികളിലും കുതിര സ്ഥാനീകരണത്തും എത്തിച്ച് ആചാരപരമായ സ്വീകരണം ഏറ്റുവാങ്ങി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകും. മീനമാസത്തിലെ കൊടും ചൂടിന് ആശ്വാസമേകാൻ തണ്ണിമത്തൻ വിളവെടുപ്പ് നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ ആയമുക്ക് പുലിച്ചക്കാട് ഹരിത സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കത്തുന്ന ചൂടിൽ ആശ്വാസം പകരുന്ന തണ്ണിമത്തൻ പരീക്ഷണാടിസ്ഥാനത്തിലാണ് കരിമ്പനഞ്ഞാൽ പാടശേഖരത്തിൽ കൃഷി ഇറക്കിയത്. കർഷകനായ റസാഖ് പുതുവീട്ടിലാണ് നാടൻ കിരൺ ഇനങ്ങളിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കിയിരുന്നത്. പാടശേഖരത്തിലെ 1 ഏക്കർ ഭൂമിയിൽ 1.5 മാസം മുൻപാണ് കൃഷിക്കായി വിത്തിറക്കിയത്. കൃത്യമായ പരിചരണം നൽകിയ കൃഷിക്ക് ചൂണ്ടൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ നിർദ്ദേശവും ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന വിളവെടുപ്പിൽ കരിമ്പനാഞ്ഞാൽ പാടശേഖര സമിതി പ്രസിഡന്റ് PG സുഭാഷ്, ഹരിത സംഘം പ്രസിഡന്റ് PK ഹരിത്, കർഷകനായ റസാഖിന്റെ കുടുംബാംഗങ്ങൾ, മറ്റ് കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിളവെടുത്ത തണ്ണിമത്തൻ, കിരൺ എന്നിവ കേച്ചേരിയിലെ പഴക്കടകളിലാണ് വിറ്റഴിക്കുക. പെരിന്തൽമണ്ണ ഖാദർ മുല്ല സ്കൂളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരുന്ന BLOക്കെതിരെ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ച് അഞ്ഞൂർ വില്ലേജിലെ BLOമാർ പ്രതിഷേധ പ്രകടനം നടത്തി. അൻഷാദ്, VS റയീസ് എന്നിവർ സംസാരിച്ചു. പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മന കടങ്ങോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. വാർഡ് മെമ്പർ PS രാധിക ഉദ്ഘാടനം ചെയ്തു. KR ഗ്രൂപ്പ് ഡയറക്ടർമാരായ KR റജിൽ, KR രഞ്ജിത്ത്, പാടശേഖര സമിതി ഭാരവാഹികൾ, പൊതുപ്രവർത്തകരുമായ സന്തോഷ് പാഴിയോട്ടുമുറി, ഷാജു പുലിക്കോട്ടിൽ, E ചന്ദ്രൻ, PE ബാബു, ദിനേശൻ എന്നിവരും KR ഗ്രൂപ്പ് ജീവനക്കാരും പങ്കെടുത്തു. പാഴിയോട്ടുമുറി പാടശേഖരത്തിലാണ് വെള്ളരി, കുക്കുംബർ, വെണ്ട തുടങ്ങിയ പച്ചക്കറികൾ കൃഷി ചെയ്തത്. ജയ്പൂർ നാഷണൽ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MD ഫസ്റ്റ് റാങ്കോടെ വിജയിച്ച ഡോക്ടർ VR അഭിജിത്തും ഡോക്ടർ കൃഷ്ണദാസും രസശാസ്ത്ര ആൻഡ് ഭൈഷജ്യ കൽപ്പനയിലാണ് ഡോക്ടർ VR അഭിജിത്ത് MD കരസ്ഥമാക്കിയത്. ചെറുതുരുത്തി PNM ആയുർവേദ കോളേജിൽ നിന്നാണ് ബിരുദം നേടിയത്. പത്രമംഗലം വടക്കത്ത് രാമൻ നമ്പീശന്റെയും ചന്ദ്രിക ടീച്ചറുടെയും മകനാണ്. ഡോക്ടർ കൃഷ്ണദാസ് ബേസിക് പ്രിൻസിപ്പൽസ് എന്ന വിഷയത്തിലാണ് MD നേടിയത്. വെള്ളാട്ടിഞ്ഞൂർ കല്ലാറ്റ് കേശവ കുറുപ്പിന്റെയും സതിയുടെയും മകനാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,010 രൂപ, സ്വർണം പവന് 1,12,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചർമ്മം കുന്നംകുളം കക്കാട് മടത്തിൽ പറമ്പിൽ ശങ്കരൻ നിര്യാതനായ 88 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കുന്നംകുളം മുനിസിപ്പൽ ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഷീജ, ഷീന, സ്മിത, ഗിരീഷ്, മണികണ്ഠൻ എന്നിവർ മക്കളാണ്. തമ്പുരാൻപടി ഐശ്വര്യ നഗർ കപ്പിയൂർ വീട്ടിൽ പരേതനായ ഗോപാല ആചാരി ഭാര്യ രാധ നിര്യാതയായി. 80 വയസ്സായിരുന്നു. ബാബു, ഷാജു, മഞ്ജു, സന്ധ്യ എന്നിവർ മക്കളാണ്. സംസ്കാരം നടത്തി.
വടക്കേക്കാട് പടിഞ്ഞാറെ കല്ലൂർ പരേതരായ വലിയ വീട്ടിൽ പോക്കർ മുസ്ലിയാരുടെയും മാരാത്ത് പാത്തുമോന്റെയും മകൻ MP അബ്ദുൽ അലി നിര്യാതനായി 75 വയസ്സായിരുന്നു. കബറടക്കം കർണാക്കിൽ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. മണികണ്ഠേശ്വരം തോണ്ടലിൽ ലൈല ഭാര്യയും ലിഷിത ഹാഷിദ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇടഞ്ഞ ആന നാട്ടുകാരെ പരിഭ്രാന്തിയിലാഴ്ത്തി. പുതുശ്ശേരി വിജയൻ എന്ന ആനയാണ് ശനിയാഴ്ച ഉച്ചയോടെ ഇടഞ്ഞത്. സംഭവത്തിൽ ആർക്കും പരിക്കോ നാശനഷ്ടങ്ങളോ ഇല്ല. ഗുരുവായൂരിൽ സ്കൂട്ടറിന് പിറകിൽ ബസ് ഇടിച്ച സ്കൂട്ടർ യാത്രികരായ 2 സ്ത്രീകൾക്ക് പരിക്ക്. കോട്ടപ്പടിയിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലും 2 പേർക്ക് പരിക്ക്. അപകടങ്ങളിൽ പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ നിന്ന് ഘോഷയാത്രയെത്തി ഗുരുവായൂരപ്പന് വെണ്ണ സമർപ്പിച്ചു. ഇതോടെ ബലരാമ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം. 19-നാണ് ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മിനി ക്ഷേത്രത്തിലെ ബലരാമ ജയന്തി ആഘോഷവും അക്ഷയ തൃതീയയും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.